ക്രിസ്തുവിശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരീ ഇവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധം ചെയ്യുന്നു. നിങ്ങളേവരെയും ജീവിക്കുന്ന കർത്താവ് സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14-ാം വാക്യമാണ്. ഒരുവൻ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ സ്വത്തെല്ലാം തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലത്ത് നൽകി, മറ്റൊരുവന് 2 നൽകി, മറ്റൊരുവന് 1 നൽകി. എന്നാൽ അന്നത്തെ കാലത്ത് ഒരു താലത്ത് എന്ന് പറയുമ്പോൾ 6000 ദിനാറയാണ്. ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോൾ അവൻ ലഭിക്കുന്നത് 1 ദിനാറയാണ്. അങ്ങനെയെങ്കിൽ 6000 ദിവസത്തെ ഒരു മനുഷ്യൻ്റെ വേതനമാണ് ഒരു താലത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ദാസന്മാരോട് പറഞ്ഞില്ല, ഇത് നിങ്ങൾ വ്യവഹാരം ചെയ്ത് വർദ്ധിപ്പിക്കുമെന്ന്. എന്നാൽ 5 ചെയ്തവൻ വ്യവഹാരം ചെയ്ത് 5 കൂടെ നേടി, 2 ലഭിച്ചവൻ വ്യവഹാരം ചെയ്ത് 2 കൂടെ നേടി. എന്നാൽ 1 ലഭിച്ചവനോ അതിനെ കൊണ്ട് കുഴിച്ചു മൂടി ഭദ്രമാക്കി വെച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 2-ന്റെ ഇപ്രകാരം പറയുന്നു: നാമോ ക്രിസ്തുവിനെ മനസ്സറിയുന്നവരാകുന്നു. പ്രിയ സഹോദരങ്ങളെ, യജമാൻ അവർക്ക് തന്റെ സ്വത്ത് പങ്കുവച്ചു നൽകി അവിടുന്ന് യാത്രയായി. അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ക്രിസ്തുവിനെ മനസ്സറിയുന്നവരായിരുന്നു. അവർ ക്രിസ്തുവിനെ മനസ്സറിയുന്നവരായിരുന്നത് കൊണ്ട് തങ്ങളിൽ ലഭിച്ച ദൈവസ്യ സ്നേഹം മറ്റൊരു പങ്കുവെക്കുകയും അനേകം ആത്മാക്കളെ നേടുകയും ചെയ്തു. എന്നാൽ 1 ലഭിച്ചവനോ ദൈവത്തിന്റെ മനസ്സോ ആത്മാവോ സ്നേഹമോ അറിയാത്തവനായിരുന്നു. അവൻ അതിനെ കൊണ്ട് കുഴിച്ചു മൂടി വെച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ഉപമ നമുക്ക് ലഭിച്ച ദൈവരാജ്യത്തെ ശുശ്രൂഷയെ വിളിച്ചു പറയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 6-7-8 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നാമോ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്ത വിധം, പ്രവചനമെങ്കിൽ വിശ്വാസത്തിൽ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശമെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധകനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്തവൻ പ്രസന്നതയോടെ ആയിരിക്കട്ടെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നാം ചിലപ്പോൾ വീട്ടമ്മയായിരിക്കാം, ഒരു ഗൃഹനാഥനായിരിക്കാം. ഞാൻ അനേകരോട് വചനം പറയുന്നില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നിനക്ക് ലഭിച്ച ശുശ്രൂഷ അത് തന്നെയാണ്. നീ നിന്റെ മക്കളോടും നിന്റെ ജീവിത പങ്കാളിയോടും ദൈവീയ സ്നേഹം പങ്കുവയ്ക്കുക, അവരെ നേരായ വഴി നടത്തുക. അതാണ് ദൈവരാജ്യത്ത് നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവീയ വിളി. ഞാൻ വലിയൊരു പാസ്റ്ററായില്ലല്ലോ, വലിയൊരു അച്ഛനായില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-10 ഇപ്രകാരം പറയുന്നു: ദൈവരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തേക്ക് വേലക്കാരെ ക്ഷണിച്ച ഒരു ഉടയോന് സമമാണ്. അവിടെ ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പങ്കുവെച്ചപ്പോൾ, വേതനം കൊടുത്തപ്പോൾ എല്ലാവരും ലഭിച്ചത് 1 ദിനാറയാണ്. ദൈവരാജ്യത്തെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ശമ്പളം ഒന്ന് തന്നെയാണ്, വേതനം ഒന്ന് തന്നെയാണ്, നിത്യജീവൻ. അതാണ് നിത്യജീവൻ. പ്രിയ സഹോദരങ്ങളെ, ആയാൽ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയാം. കർത്താവായ യേശു നാം എല്ലാവരെയും സമ്പൂർണ്ണം അനുഗ്രഹിക്കട്ടെ. ആമേൻ.